ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ഡോൺ പിക്ചേഴ്സുമായി സഹകരിച്ച് വണ്ടർ ബാർ ഫിലിംസിന്റെ കീഴിൽ ധനുഷ് രചനയും സംവിധാനവും സഹനിർമ്മാണവും നിർവഹിച്ച 2025 ഒരു ഇന്ത്യൻ തമിഴ് ഭാഷ ഡ്രാമയാണ് ഇഡ്ലിക്കട. പ്രധാന വേഷത്തിലെത്തുന്ന ധനുഷ്, രാജ് കിരൺ, ശാലിനി പാണ്ഡെ, അരുൺ വിജയ്, സത്യരാജ്, സമുദ്രകനി, നിത്യ മേനൻ, അങ്ങനെ ഒട്ടനവധി പേരുണ്ട്. സിനിമയുടെ കോർ ഐഡിയ ആയിട്ട് പറയുന്നത് തന്നെ നോൺ വയലൻസ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ, അതായത് അഹിംസ. ഒരാളെ ദേഷ്യപ്പെട്ടത് കൊണ്ട് എല്ലാ കാര്യങ്ങളും തീരുന്നു, അല്ലെങ്കിൽ നീ തിരിച്ചടിച്ചത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ശമനമാകുന്നു എന്നാണ് ആ ഒരു സിനിമ പറയുന്ന ഒരു ഐഡിയ അതിലുണ്ട്. ഞാൻ കണ്ടതിലൊന്ന്. ഈ സിനിമയുടെ സോൾ എന്ന് പറയുന്നത് ആക്ടർ രാജകിരനാണ്, അതായത് ധനുഷിന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ആള്. പുള്ളിയുടെ ക്യാരക്ടർ നിങ്ങൾ കണ്ടറിയാം. എല്ലാ സിനിമയിലും പുള്ളി ഞാനാണ് ഏറ്റവും നല്ലവൻ എന്നൊരു ക്യാരക്ടറാണ്. ഒരു ഡിവൈൻ ഫീലിംഗ് ആണ് കൊണ്ടുവരുന്നത്. അത് ഈ സിനിമയിലും തന്നിട്ടുണ്ട്. ഈ സിനിമയും ബിൽഡ് ചെയ്തു പോകുന്നതും രാജകിരന്റെ ആ മൂവ്മെന്റ്സും അല്ലെങ്കിൽ ആ തോട്ട്സും അല്ലെ രാജകിരന്റെ ആ സീൻസും കാര്യങ്ങളുമാണ്. പുള്ളിക്ക് അത് കറക്റ്റായിട്ട്, അതായത് പഞ്ചപാവമായ ഏറ്റവും നല്ല ഒരാള്, അത് എല്ലാ സിനിമയിലും പുള്ളി അങ്ങനെയാണ്. അതിന് ഇപ്പൊ ഏറ്റവും അനുയോജ്യമായ ഒരാളെന്ന് പറയുന്നത് രാജകിരൺ തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഈ സിനിമയിലും. ഈ സിനിമയുടെ സോളും രാജകിരൺ തന്നെയാണ്. ധനുഷിലേക്ക് എത്തുമ്പോൾ ഒരു ടിപ്പിക്കൽ മോൻ കഥാപാത്രം, അതായത് അച്ഛനുമായിട്ട് പിണങ്ങുന്നു, ഇവിടെ ഇഡ്ഡലി കട വേണ്ടെന്ന് പറയുന്നു, ഞാൻ പുറത്തു പോയി പഠിക്കാമെന്ന് പറയുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും. പിന്നെ പുറത്തു പോകുന്നു, പുറത്തു പോയിട്ട് സത്യരാജുമായിട്ട് ബന്ധപ്പെടുന്നു. അങ്ങനെ അവിടുത്തെ ഒരു ഹോട്ടലിൽ വലിയൊരു പൊസിഷനിലെത്തുന്നു. അവിടെ സത്യരാജിന്റെ മകളുമായി പ്രണയത്തിലാകുന്നു. സത്യരാജിന്റെ മോനാണ് അരുൺ വിജയുമായിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളും ഒക്കെ സിനിമയിലുണ്ട്. ഒരു വളരെ ക്ലീശയായിട്ടുള്ള, നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് സാധനങ്ങളാണ് ആ സിനിമയിലുള്ളത്. ഈ സിനിമ തമിഴ് ഓഡിയൻസിൽ എന്താ പറയാ, അവർക്ക് കൂടുതൽ റിലേറ്റഡ് ആവും. കാരണം കുറെ ഈ സാമ്യ റിലേറ്റഡ് സാധനങ്ങൾ കുറെ ഉണ്ട്. കുറെ പാസം അടിച്ച് അങ്ങ് തിരുക്കി വെച്ചിട്ടുണ്ട്. കുറെ അടിച്ചങ്ങ് ഡിവൈൻ സാധനങ്ങൾ അടിച്ചടിച്ച് തിരിക്കി വെച്ചു. കറുപ്പയ്യ, കറുപ്പ് സാമ്യ, അങ്ങനെ കുറെ സാധനങ്ങൾ അവരെ പിടിക്കാനുള്ള, ക്യാച്ച് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ സിനിമയിലുണ്ട്. പിന്നെ ഇതില് ധനുഷിന്റെ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്, ഇതില് ഫൈറ്റിന്റെ ആവശ്യമേ ഇല്ല. ഒന്ന് രണ്ട് ഫൈറ്റ് ഉണ്ട്, എന്തിനോ ഏതിനോ വേണ്ടിയിട്ടുള്ള 2 ഫൈറ്റ്. ചിലപ്പം കമേഴ്ഷ്യലി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കയറ്റിയതായിരിക്കാം, ബട്ട് വർക്കൗട്ടായില്ല. ചുമ്മാ ഒന്നിനും ആവശ്യമില്ലാത്ത ഒരു ഫൈറ്റ് സീനും കാര്യങ്ങളാണ്. പിന്നെ സിനിമയിൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, വളരെ ബോറായിട്ടുള്ള ഒരു സിനിമയൊന്നുമല്ല. പക്ഷെ കണ്ടിരിക്കാവുന്ന ധനുഷിന്റെ ഒരു നീറ്റ് ആക്ടിങ്ങിലെല്ലാം ഉള്ള ഒരു കൊച്ചു സിനിമ, പ്രത്യേകിച്ചൊന്നും ഇല്ലാത്ത ഒരു കൊച്ചു സിനിമ. നിങ്ങളെ കണ്ടു മടുത്ത കാര്യം തന്നെയാണ് അതിലുള്ളതും. രണ്ടാമതിലേക്ക് വരുമ്പം അരുൺ വിജയാണ് ഇതിലെ ഒരു വില്ലൻ ക്യാരക്ടർ പോലെ ആയിട്ട് പോർട്രേറ്റ് ചെയ്യുന്നത്. അരുൺ വിജയ് എന്ന് പറയുന്ന സത്യത്തിൽ ഒരു ഡമ്മി പീസാണ് ഈ സിനിമയിൽ. എന്തുകൊണ്ടാണ് അരുൺ വിജയ് ഇതിൽ ചൂസ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഡമ്മി പീസ്, അതായത് പണക്കാരന്റെ ഒരു മകൻ, അതായത് ഈ എന്തിനും അടങ്ങാത്ത, അല്ലെങ്കിൽ ചുമ്മാ ഈ എന്താ പറയാ, മണ്ടപ്പയ, നമ്മൾ ഈ പൈസ ഉള്ള ഹുങ്ക് കാണിക്കില്ലേ, അവ എന്നെ അടിച്ചില്ലേ, അങ്ങനെ ഒരു ടിപ്പിക്കൽ അമൽ ബേബി പൈനാണ്. അത് കറക്റ്റായിട്ട് ആ മുഖമൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചതാണോ അതങ്ങനെ നേരിൽ അഭിനയിച്ചതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഡമ്മി പീസായിരുന്നു അരുൺ വിജയ് സിനിമയിൽ. പിന്നെ ഈ ശാലിനി പാണ്ഡെ വരുന്നുണ്ട്. പുള്ളിക്കാരിയൊക്കെ എന്തിനാണ് സിനിമയിൽ കൊണ്ടുവന്ന അതായത് ഒരു ഫസ്റ്റ് ഹാഫിലൊരു ലവർ റോളൊക്കെയാണ്. പിന്നെ നിത്യ മേനൻ വരുന്നുണ്ട്. നിത്യ മേനന്റെ റോള് നല്ലതായിട്ട് ചെയ്തിട്ടൊരു, അതായത് ധനുഷിന്റെ പഴയ ഒരു ഗേൾഫ്രണ്ട് ആയിരുന്നു, കൊച്ചിയിലെ 8th സ്റ്റാൻഡേർഡിലെ ഗേൾഫ്രണ്ട്. അങ്ങനെ അവർ വീണ്ടും തിരിച്ച് കണ്ടുമുട്ടുന്നു. ഈ സിനിമയിൽ എന്ന് പറയുന്നത് ധനുഷ് ഇങ്ങനെ വീട് മാറി പോകുമ്പോഴേക്കും, അതായത് വേറെ ജോലി തപ്പി വലിയ ആളാവുമ്പോഴേക്കും തന്റെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് 2 മരണം നടക്കുന്നു. അതുമായിട്ട് തിരിച്ചു വരുന്നു നാട്ടിലേക്ക്. അങ്ങനെ നാട്ടിലേക്ക് വരുന്നു. വന്നതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്, കുറച്ച് ഫൈറ്റ്, കുറച്ച് അടിപിടി, കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. നിങ്ങൾ പടം കാണാൻ, ഞാൻ മൊത്തമായിട്ട് പറയാത്ത കാര്യം, പ്രഡിക്റ്റബിൾ തന്നെയാണ്. എന്നിരുന്നാലും എനിക്ക് പറയാൻ വയ്യാത്ത കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ആ ട്രെയിലർ കാണുമ്പോൾ തന്നെ ട്രെയിലറിൽ എന്താണെന്ന്, ഇഡ്ലിക്കട ട്രെയിലറിന്റെ റിയാക്ഷൻ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലേ, പോയി കാണണം. ആ ട്രെയിലറിൽ എന്താണെന്ന് ഞാൻ വരിയായിട്ട് പറയുന്നുണ്ട്. സോ സിനിമ എന്താ പറയാ, ചുമ്മാ പോയി വെറുതെ ഇരിക്കേണ്ട നിങ്ങൾ കണ്ടു മടുത്ത ഒരു ക്രിഞ്ച് പടം, ഒരു തമിഴ് പാസമൊക്കെ ചേർത്ത ഒരു ക്രിഞ്ച് പടം. ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ജി വി പ്രകാശ്
ഏത് സമയം വന്നാലും അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. ഇതിലും ഞാൻ എനിക്ക് ഓഡിയോ ഒന്നും കേട്ടപ്പോൾ വാക്കായില്ലെങ്കിലും പാട്ട് വീഡിയോ സോങ് ആയിട്ട് കേട്ടപ്പോൾ നന്നായിട്ട് ജീവി ചെയ്തിട്ടുണ്ട്. അതെനിക്ക് നന്നായിട്ട് കേട്ടിട്ടുണ്ട്. പിന്നെ ഫൈറ്റിലൊക്കെ 2-3 മ്യൂസിക് ഇടുന്നുണ്ട്. അത് ചിലപ്പം ഫൈറ്റും ആവശ്യമില്ല, മ്യൂസിക് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ചുമ്മാ ഇട്ടപ്പം അതെനിക്ക് വർക്കൗട്ടും ആയിട്ടില്ല. പിന്നെ ഈ സിനിമയിൽ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന റെഡ് ജെയിൻ മൂവീസ് ആണ്. അപ്പോൾ ഇപ്പൊ ഉദയനിധി സ്റ്റാലിൻ മാറി എന്ന് തോന്നുന്നു. ഇപ്പൊ മോന്റെ പേരാണ് അവിടെ കിടക്കുന്നത്, ഇൻബൻ ഉദയനിധി പ്രസൻസ് എന്നാണ്. അപ്പൊ മൊത്തത്തില് ഒരു സാധാ തമിഴ് ക്ലീശേ പാസം ഡ്രാമ. ഇഡ്ലി കടൈ, ഇഡ്ലി ഷാപ്പ്.